Watch full episodes on Jio Hotstar. എല്ലാ മനുഷ്യർക്കും ഓരോ ബലഹീനതകളുണ്ട്. ചെല്ലു, ശിവയുടെ ബലഹീനത എന്താണെന്ന് കണ്ടുപിടിക്കൂ. ഞാൻ മുഴുവൻ തയ്യാറെടുപ്പോടു കൂടിയാണ് ഇന്നിവിടെ പോകുന്നത്. അവനെ എന്റെ കണ്ണിൽ കാണാതിരുന്നാൽ അവന്റെ ഭാഗ്യം. ഇത്തവണ എന്നെ തടയാൻ അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. ശരി ബോസേ, ഞാൻ അവന്റെ ബലഹീനത എന്താണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ശത്രുക്കൾ വീണ്ടും തിരിച്ചു വരും. സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അതെങ്ങനെ സാധിക്കാനാ? ഞങ്ങളൊക്കെ വളരെ പൊക്കം കുറഞ്ഞവരല്ലേ. അവരുടെ ദേഹം നീ കണ്ടതല്ലേ. അവരുടെ എല്ലാം കൈവശം അപകടം പിടിച്ച ആയുധമുണ്ട്. നമ്മൾ വഴക്കിടുന്നത് ദേഹം കൊണ്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാ. എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. എന്താ പറയാ, കേക്കാൻ രസമൊക്കെ ഉണ്ട്. ഇനി അന്യോരുത്തം വേണോ ഇതൊക്കെ പഠിപ്പിക്കാൻ? ഈ സൈന്യാധിപന് അറിയാം എല്ലാ കാര്യവും പഠിപ്പിക്കാൻ. ശത്രുക്കളെ ഇവിടുന്ന് ഓടിക്കാനുള്ള കാര്യം എനിക്കറിയാം. അതായത് സേന ഇയാളാണ്. പതി എവിടെ പോയി? ഏത് മതി? തമാശ പറയാനുള്ള നേരല്ല. ഓരോ തമാശ പറഞ്ഞ് എന്റെ ജോലി പുറത്തൊക്കെ നോക്കണല്ലേ. ഒരിക്കലും ഞാനൊരു ജോലി ആർക്കും വിട്ടുകൊടുക്കില്ല. സൈന്യാധിപ, ശാന്തനാകൂ. ഇവിടുത്തെ രാജാവ് ആരാണ്? അവിടുന്നാണ്. എങ്കിൽ നീ നാവടക്ക്. ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന കാര്യം അത് ഒരു മനുഷ്യന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ശിവ തന്നെ പറയും ആ ശത്രുക്കളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന കാര്യം. ശിവ, ഞാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ തയ്യാറാകൂ. അറ്റാക്ക്! ഇതിനകത്ത് പൊട്ടിത്തെറിക്കുന്ന കല്ലെടുത്ത് വെക്കൂ. പൊട്ടുന്ന കല്ല് എവിടാ? എങ്ങനെ? ദേ ഇവിടെ. എങ്ങോട്ടാ നിങ്ങൾ നോക്കുന്നത്? അങ്ങോട്ട് നോക്ക്. ദാ ഈ പാത്രം പോലെ ചെയ്തിട്ടില്ലേ, ഇവിടെ തന്നെ. ഇവിടെ കല്ല് വെച്ച ശേഷം ആ കയറങ്ങ് അഴിച്ചുവിടണം. ഓക്കേ? എന്നാ ശരി. എടോ, കല്ലല്ലേ ഞാൻ എറിയാൻ പറഞ്ഞത്, എന്നല്ല. ലഡു സിംഗ് സാറേ, ഇങ്ങോട്ട് വരല്ലേ? എന്താ പറ്റിയേ? ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. ശത്രുക്കൾ വീണ്ടും നല്ല ശക്തിയോടെ തന്നെ തിരിച്ചു വരും. റേബ, ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവരുടെ കുലരക്ഷകന്റെ സപ്പോർട്ടും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് ഒരിക്കലും ജയിക്കാനാവില്ല. ശിവ, കുലരക്ഷകൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അദ്ദേഹം വായ തുറന്നാൽ ഉടനെ തന്നെ ആഹാരം കിട്ടണമല്ലോ. അത് ശരിയാണ്, പക്ഷെ അദ്ദേഹം സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഹലോ ഹലോ രക്ഷക, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക് രക്ഷക. നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഹലോ രക്ഷക, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്. ഹലോ രക്ഷക, ഈ ശിവ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട രാജാവേ, എല്ലാം ഉടൻ തന്നെ ശരിയാവും. ഹലോ ഹലോ
ഹലോ രക്ഷക. നിനക്കിത് എന്തു പറ്റി? ഇതാരാ? പരിചയമുള്ളവരാ. നിങ്ങള് പോയി മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടതൊക്കെ ചെയ്യേ. ബോസേ, ശിവയുടെ ബലഹീനത ഞാൻ കണ്ടുപിടിച്ചു. എന്താ പറഞ്ഞേ? ബലഹീനത കണ്ടുപിടിച്ചെന്നോ? അവന്റെ മുത്തശ്ശനും മുത്തശ്ശി ഇപ്പൊ ഇവിടെ ഫാം ഹൗസിലുണ്ട്. ഗുഡ് രംഗാചാര്യ, അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് വരെ അവരെ അവിടെ തടവിലിടുക. ഹലോ ചാർലി ഡെൽറ്റ. ബല്ലു, നീ ഒരു കാര്യം അറിഞ്ഞോ? ശിവയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും നമ്മുടെ ആൾക്കാരെ പിടിച്ചു വച്ചിരിക്കുക. ശിവ ഈ പരിസരത്തുണ്ടെങ്കിലും അവനറിയില്ല അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ബന്ധനസ്ഥരാണെന്ന്. വാ, നമുക്ക് പോയി നോക്കാം. ഞാൻ എന്തായി കേട്ടെ? അല്ല, നീ പറഞ്ഞത് സത്യം തന്നെയാണോ? വരൂ വരൂ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. ശിവയുടെ മുത്തശ്ശനും മുത്തശ്ശി എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ശരി ബോസ്, നമ്മുടെ പണി കഴിഞ്ഞു. ശിവയ്ക്ക് നമ്മുടെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളിപ്പോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് എന്താന്ന് വെച്ചാൽ നമുക്കുള്ള ധൈര്യവും ബുദ്ധിയും ഉപയോഗിച്ച് വേണം നേരിടാൻ. നമ്മുടെയൊക്കെ ദേഹം ചെറുതാണെന്ന് കരുതി ഒരിക്കലും ശത്രുക്കളിൽ നിന്നും പിന്മാറരുത്. ആ ശത്രുക്കൾ വീണ്ടും വരും. നമ്മൾ എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കി വെക്കണം. ശിവ, ഞാൻ ആ ഗുണ്ടകള് പറയുന്നത് കേട്ടു. അവര് നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണെന്ന്. അവരെ ഫാം ഹൗസിൽ പൂട്ടിയിട്ടിരിക്കുക. മുത്തശ്ശനെയും മുത്തശ്ശിയും രക്ഷിക്കാൻ എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. ആ, വേഗം ചെല്ല്. അവര് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. രാജാവേ, ഞാൻ എങ്ങനെയാ പുറത്തേക്ക് കടക്കാ? അവരാ ഗുഹാമുഖം അടച്ചിരിക്കുകയാണ്. വരൂ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. രേവോ, നീ ഇവരെയൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ഡോണ്ട് വറി ശിവ, നീ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്ക്. ഓൾ ദി ബെസ്റ്റ്. വേഗം തിരിച്ചു വരണേ. ഈ ഗുഹ അടഞ്ഞു കിടക്കുകയാണല്ലോ. വേഗം എന്റെ പുറകെ വരൂ. താങ്ക് യു സുഹൃത്തേ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഡോണ്ട് ആങ്കർ ഡാനി ഡേഞ്ചർ എന്ന്. അല്ലെങ്കിൽ ഈ ഡാനിയോട് കളിക്കാൻ വന്ന അവന്റെ പൊടി പോലും കാണില്ല. ശിവയെ ഞെരിക്കുവാൻ എന്റെ കൈ ധരിക്കുന്നു. എല്ലാവരും റെഡിയല്ലേ? എന്നാ വരൂ. എന്റെ ശിവ വന്നു, എന്റെ ശിവ വന്നു. അല്ല, എന്താ ഈ കാണിക്കുന്നേ? മിണ്ടാതെ അവിടെ ഇരിക്കേ. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? വേഗം അഴിച്ചുവിട്. കുട്ടി, മര്യാദയ്ക്ക് പോയിക്കോ. നിന്നെ ശരിയാക്കും കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ബോസേ, ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു ഇവിടെ. ബോസ് പറഞ്ഞ ഞാൻ ഇവിടുന്ന് ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയേക്കാം.
ഓക്കേ, എന്റെ ജോലി തീരുന്നത് വരെ അവനെ ഇവിടെ പിടിച്ചു നിർത്തുക. അവൻ പുറത്തു വരാതെ നോക്കണം. എല്ലാവരും റെഡി ആയിക്കോളൂ. അറ്റാക്ക്! ഓടിക്കോ, ശത്രുക്കൾ വരുന്നു. ഇങ്ങനെ ഓടരുത്. എങ്ങനെ നേരിടണമെന്ന് ശിവ പഠിപ്പിച്ചതല്ലേ? ഫൈറ്റ് ചെയ്യൂ. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റൂ. കം ഓൺ, ഫൈറ്റ്. അവള് പറഞ്ഞത് വളരെ ശരിയാണ്. കൂട്ടരെ, ആക്രമിക്കാൻ തയ്യാറാകൂ. ആ സ്ഫോടന കല്ലുകൾ ഉപയോഗിക്കാൻ നോക്കൂ. തയ്യാറാണോ? ഉടൻ തന്നെ ആക്രമിക്കൂ. ആക്രമിക്കൂ, ആക്രമിക്കൂ, നിർത്താൻ പാടില്ല. ഓഹോ, എന്തായി? അവന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? അവൻ കാരണം ഞങ്ങളാണ് ഇപ്പൊ അവസ്ഥപ്പെടാൻ പോകുന്നത്. ആവുന്നതും പരിശ്രമിക്കുന്നുണ്ട് ബോസേ. ഞാൻ അവൻ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. വിഷമിക്കണ്ട, ഞാൻ വേറെയും കുറെ ഗുണ്ടകളെ വിളിച്ചിട്ടുണ്ട്. രവ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവ, ശത്രുക്കൾ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നീ ഫൈറ്റ് ചെയ്യ, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. അവനെ ഒന്നും ചെയ്യല്ലേ. ശിവ, മോനെ എഴുന്നേക്കടാ. എഴുന്നേക്ക്, എഴുന്നേക്ക്. ശിവ, ശിവ, ശിവ. ലഡ്ഡു സിംഗ്, ശത്രുക്കളെ നോക്കി ആക്രമിക്കൂ. ഉന്നം ഒരിക്കലും തെറ്റാൻ പാടില്ല. ഓട്ടെ. നിങ്ങളെല്ലാവരും കരിങ്കല്ലെടുത്ത് ആക്രമിക്കുവിൻ. എറിയൂ. നിങ്ങളുടെ രാജാവിപ്പോ എന്റെ കയ്യിലാണ്. എല്ലാവരും ആയുധങ്ങൾ താഴെയിടാൻ നോക്കുക. അനുസരിച്ചില്ലെങ്കിൽ രാജാവിന് ജീവൻ ഉണ്ടാവില്ല. നിൽക്കൂ, ഇങ്ങനെ സറണ്ടർ ആവരുത്. നിങ്ങൾ ഫൈറ്റ് ചെയ്തോളൂ. ശിവ ഇപ്പോ തന്നെ എത്തും. ഇല്ല, ശിവ വരില്ല കേട്ടോ. അവന്റെ സൈക്കിൾ തരിപ്പണമാക്കി. അവന്റെ അവസാനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്.
അടിപൊളി രംഗാചാര്യ, വളരെ നന്നായിരിക്കുന്നു. അന്നു ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടോ? ഈ ഡാനിയെ ദേഷ്യപ്പെടുത്താൻ പാടില്ല. ഡാനിയെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ പൊടി പോലും കാണില്ല. നടക്ക്, എല്ലാവരും അതിനകത്ത് കേറാൻ നോക്ക്. വേണ്ട വേണ്ട, ശിവ എന്തായാലും തിരിച്ചു വരും. അവനെ ഞാൻ എപ്പോ വിളിച്ചാലും ശരി, അവൻ എന്തായാലും വരും. എന്റെ ശിവ വന്നിരിക്കും. ശിവ, നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് വളരെ അത്ഭുതം തന്നെയായിരിക്കുന്നു. ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചക്രാസുരന്റെ മുകളിലാണല്ലോ ശിവ ഇരിക്കുന്നത്. ഇത് വളരെ അതിശയം തന്നെ, അപൂർവാതിശയം. ഞാൻ വിശ്വസിക്കില്ല. ഇല്ല, ഇവൻ കുറച്ചു മുമ്പ് മരിച്ചതാണ്. എങ്ങനെ തിരിച്ചു വന്നു? ഈ രാക്ഷസ മൃഗത്തെ ഇവൻ എവിടെ നിന്ന് കൊണ്ടുവന്നു? നോക്കി നിൽക്കാതെ അറ്റാക്ക് ചെയ്യ. എന്താ ഞെട്ടിപ്പോയ അങ്കിൾ? നീ ശരിക്കും ഒരു മനുഷ്യക്കുട്ടി തന്നെയാണോ? നീ ഇല്ലാതായതല്ലേ? പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നു? എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇവിടെ വരുന്നത് തടഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെയൊക്കെ പിടിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ മരിച്ചതുപോലെ ഒന്ന് അഭിനയിച്ചു കാണിച്ചു. നിങ്ങളുടെ വിഡ്ഢിയായ ജോലിക്കാർ ഞാൻ മരിച്ചെന്ന് കരുതി എന്നെ അവിടെ വിട്ടിട്ട് പോയി. ദേ ഞാൻ തിരിച്ചു വന്നത് കണ്ടില്ലേ? ഈ രാക്ഷസ മൃഗം കാരണമാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ വാ, ഒറ്റയ്ക്ക് നേരിട്. 1 to 1 ഫൈറ്റ്. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ആർക്കാ രക്ഷയില്ലാത്തതെന്ന് കാണാം. Don't anger Danny Danger. ഇയാൾ എന്തൊക്കെയാ പറയണേ? ഡാനിയോട് ഏറ്റുമുട്ടിയാൽ അവരുടെ പൊടി പോലും കാണില്ല. Now you're finished. ഇവർക്കൊക്കെ ഞാൻ ഒരുത്തൻ മതി എന്റെ സുഹൃത്തെ. ഞാൻ ശരിയാക്കും. വിടില്ല.
ഇതെന്ത് പറ്റി? എന്റെ മരുന്ന് ബലിക്കാതെ പോവുകയാണല്ലോ. നീ ഒരുത്തൻ എന്റെ പ്ലാൻ എല്ലാം ഇല്ലാതാക്കി. ഇവരെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ലോക പ്രശസ്തനായി മാറിയേനെ. നോക്ക്, നിനക്കറിയോ, ഇവര് കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നു. ഈ പാവങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഇവരെയൊക്കെ കടത്തിക്കൊണ്ടുപോയി അടച്ചിടും, എന്നിട്ട് ഇവരെ റിസർച്ച് ചെയ്യും. നേരെ മറിച്ച് നിങ്ങളെ ഇവര് കടത്തിക്കൊണ്ടുപോയി അടച്ചിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചോ? എല്ലാരെയും ജീവപര്യന്തം ഞാൻ ജയിലിലിടും. അവിടെ തത്തക്ക തത്തക്ക പത്തക്ക പത്തക്കന്ന് കളിക്കാം. ജയിലിനകത്ത് ഉണ്ടംപൊരി ഉണ്ടാക്കണം. ഞങ്ങൾ ഇവരെ പോകാൻ അനുവദിക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇന്നവന്മാരെ വിട്ടാ വീട്ടിൽ ഇവന്മാര് വരും. എന്നും ഇവരെ പേടിച്ച് ഞങ്ങളെ റോഡില്ല. ഞങ്ങളെ കൂട്ടത്തെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാ. പരിവാരങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ? അത് രാജാവിന്റെ കടമയാണ്. അപ്പൊ രാജാവ് ആരാ? രാജാവ് നാം തന്നെയാണ് സൈന്യാധിപ. നീ മര്യാദയ്ക്ക് നാവടക്കി വെക്കൂ. ഇവരുടെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കി കൊണ്ടുപോയി വിടുന്ന്. ഇവനെയും നിങ്ങൾ വെറുതെ വിടരുത്. അല്ല, ഞാൻ ആരാ? ഞാൻ എവിടെയാ ഉള്ളത്? ജയിലിനകത്ത് പോയി അടച്ചിട്ടിട്ടൊന്നും എന്നോട് പറഞ്ഞു തരില്ല നീ ആരാണെന്ന്. ശിവ, നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. അതോടൊപ്പം കുലരക്ഷകനെയും ഞങ്ങളോടൊപ്പം ഇണക്കി. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ കാണാൻ നീ വീണ്ടും വരണം. ശിവ, എല്ലാത്തിനും വളരെ നന്ദി. നീ അതിസമർത്ഥന. Watch India's largest kids library only on Jio Hotstar. Download the app now.